രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങൾ അമ്മയുടെ മക്കളാണ്. രണ്ടുപേരെ ഒരു കാരണവശാലും ഞങ്ങൾ തള്ളി പറയില്ല. അവരുടെ വേദനയിൽ താരസംഘടന പൂർണ്ണ പിന്തുണ നൽകി സംരക്ഷണ വലയം തീർത്തു നിൽക്കുമ്പോഴായിരുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള വാഹനം ജൂലൈ 10 ആലുവ പോലീസ് ക്ലബിലേക്ക് ചീറിപ്പാഞ്ഞെത്തിയത്. ദിലീപിന്റെ നാടകീയ അറസ്റ്റിൽ ആരാധകർ മാത്രമല്ല, സിനിമാ ലോകം ഒന്നടങ്കം നടുങ്ങി. ആരാധകരുടെ ഹർഷാരവങ്ങൾക്ക് നടുവിലൂടെ മാത്രം നടന്നിട്ടുള്ള ജനപ്രിയ നായകനെ ജനം കൂകി വിളിക്കുന്നതിനും കേരളം സാക്ഷിയായി. ദിലീപിന്റെ ജാമ്യത്തെ എതിർത്ത അന്വേഷണ സംഘം ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ കൊടുത്ത രാജ്യത്തെ ആദ്യത്തെ കേസെന്നാണ് സംഭവത്തെ വിശേഷിപ്പിച്ചത്. ഇതിനിടെ ദിലീപിന് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ തരംഗമുണ്ടാക്കാനുള്ള ശ്രമം തിരിച്ചറിഞ്ഞ പോലീസ് നടനെ കോടതിയിൽ ഹാജരാക്കുന്നത് തന്ത്രപരമായ നീക്കത്തിലൂടെ തടഞ്ഞു. ദിലീപിന്റെ അറസ്റ്റോടെ ഒട്ടേറെ സിനിമകളും പ്രതിസന്ധിയിലായി. ബിഗ് ബജറ്റ് ചിത്രം രാമലീലയടക്കം റിലീസ് ചെയ്യാതെ മാറ്റിവെക്കേണ്ടി വന്നു. മലയാള സിനിമ വിവാദത്തിലായതോടെ തിയേറ്ററുകളിൽ പ്രേക്ഷകരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായെന്ന് തിയേറ്റർ ഉടമകളും അംഗീകരിക്കുന്നു. ആ സമയത്ത് സിനിമയിലെ മൊത്തം പറയുമ്പോൾ ആൾക്കാർക്കുള്ള ഒരു അമർഷം ഉണ്ടായിട്ടുണ്ട്. അതനുസരിച്ച് പണങ്ങൾക്ക് കുറഞ്ഞിട്ടുണ്ട്. അതേസമയം കേസ് തന്നെ കൊടുക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്ന ആദ്യവാദത്തിൽ തന്നെ ദിലീപ് ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. പ്രതി ഞാനാവണം എന്നൊരു തീരുമാനമുള്ള പോലെ. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.